വിശുദ്ധ മേരി മഗ്ദലേന. ഈശോമിശിഹ ശെമയോന്റെ വസതിയിൽ വിരുന്നു കഴിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ പാദങ്ങളിൽ കണ്ണീരുകൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. തൈലം പൂശിയ പാപിനിയായ സ്ത്രീയും. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 50 വരെ വാക്യങ്ങൾ. ഗലീലിയായിൽ നിന്ന് അവിടുത്തെ അനുഗമിക്കുകയും കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയും ഉത്ഥാനാന്തരം അവിടുത്തെ ദർശിക്കുകയും ചെയ്ത മറിയവും. ലൂക്ക 8-ാം അധ്യായം 2-ാം വാക്യം. യോഹന്നാൻ 19-ാം അധ്യായം 25-ാം വാക്യം. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ക്രിസ്തുവിന്റെ പാദങ്ങൾ അഭിഷേകം ചെയ്ത ലാസറിന്റെ മാർത്തായുടെയും സഹോദരിയായ മറിയവും 3 വ്യത്യസ്ത സ്ത്രീകളാണെന്നും അല്ല ഒരാൾ തന്നെയാണെന്നും സഭാപിതാക്കന്മാരുടെ ഇടയിൽ ഭിന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഇത് ഒരാൾ തന്നെയാണ് എന്ന നിഗമനത്തിനാണ് കൂടുതൽ പ്രസക്തി. ജെറൂസലേമിൽ നിന്ന് അല്പം അകലെയുള്ള ബെഥനി ഗ്രാമത്തിലാണ് ലാസറും മാർത്തായും മറിയവും താമസിച്ചിരുന്നത്. മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ആഡംബരങ്ങളിലും ലൗകികാനന്ദങ്ങളിലും ആസക്തയായ മറിയം സ്വതന്ത്രയായി ജീവിക്കുന്നതിന് പിതൃസ്വത്തായി ഗലീലിയായിൽ ലഭിച്ച വീട്ടിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ഒരു പരസ്യ പാപിനി എന്നവൾ പേരെടുത്തു. യാതൊരു ഭയവുമില്ലാതെ ആ ജീവിതം അവൾ തുടരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. അത്ഭുത പ്രവർത്തകനും മഹാപ്രവാചകനുമായി പ്രസിദ്ധനായി തീർന്ന അവിടുത്തെ കാണുവാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ ജനസമൂഹത്തോട് ചേർന്ന് ക്രിസ്തുവിനടുത്തെത്തി. ക്രിസ്തുവിന്റെ ദിവ്യവചസ്സുകൾ അവളുടെ ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഈ മാനസാന്തരത്തിന്റെ ബാക്കി പത്രമാണ് ശിമയോന്റെ വീട്ടിൽ അരങ്ങേറിയത്. മിശിഹായുടെ കാരുണ്യാതിരേകത്താൽ പാപമോചനവും മനസമാധാനവും പ്രാപിച്ച മറിയം ഈശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുടെ ഗണത്തിൽ ചേർന്നു. പിന്നീടുള്ള അവളുടെ ആയുസ് മുഴുവൻ അവിടുത്തെ ശുശ്രൂഷിക്കുവാനായി അവൾ ചിലവഴിച്ചു എന്ന് സുവിശേഷകൻ പറയുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളിലും മറിയം അവിടുത്തെ സധൈര്യം പിന്തുടരുന്നതായി നാം കാണുന്നു. അവിടുത്തെ വിശ്വസ്ത ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ മറ്റെല്ലാവരും ഓടിയൊളിച്ചപ്പോഴും കുരിശിൽ കിടന്ന് കഠിനവേദനകൾ അനുഭവിച്ചു മരിച്ച ഈശോയുടെ സമീപം അവിടുത്തെ പ്രിയ മാതാവിനോട് ചേർന്ന് മറിയവും നിന്നിരുന്നു. ഈശോയുടെ സ്വർഗാരോപണ ശേഷം ജെറൂസലേമിലെ മതപീഡന കാലത്ത് മറിയത്തെയും ലാസറിനെയും മാർത്തയെയും നാടുകടത്തിയെന്നും അങ്ങനെ മാർസയിലെത്തിയെന്നും വിശ്വസിക്കുന്നു. അവിടെ ഏതാനും കാലം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയതിനുശേഷം 30 കൊല്ലം ഒരു ഗുഹയിൽ ഏകയായി തപസ്സു ജീവിതം അനുഷ്ഠിച്ചെന്നും അവസാനം വിശുദ്ധ മാക്സ്മിയാനിൽ നിന്ന് തിരുപ്പാഥയം സ്വീകരിച്ചതിനു ശേഷം മരിച്ചുവെന്നും വിശ്വസിക്കുന്നു.